അസ്സലാമു വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി. ഇത് റഹ്മാൻ മധുരക്കുഴി. ഇദ്ദേഹത്തെ എങ്ങനെ പരിചയപ്പെടുത്തുമെന്ന് എനിക്കറിയില്ല. ദീർഘകാലം അധ്യാപനം. എത്ര വർഷമായിരുന്നു വർക്ക് ചെയ്തത്? അധ്യാപകൻ 33 years. 33 വർഷം അധ്യാപകനായിട്ട് ജോലി ചെയ്തു. റിട്ടയർഡ് ആയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 23. അപ്പോൾ നിങ്ങൾ ബാക്കി പ്രായം നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം അതാണ്. സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് 24 വർഷമായി. അപ്പോൾ ഈ ചെറുപ്പം അദ്ദേഹത്തിൻ്റെ മുഖത്ത് മാത്രമല്ല, ശരീരത്തിന് മാത്രമല്ല, മനസ്സും ചെറുപ്പമാണ്. അപ്പോൾ അദ്ദേഹം ഒരു അധ്യാപകൻ മാത്രമല്ല, നല്ലൊരു എഴുത്തുകാരനാണ്. ഞാനൊക്കെ ചെറിയ കുട്ടിയായ കാലത്ത് അദ്ദേഹം കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടിറ്റ് ഫോർ ടാറ്റ് എന്ന മാസിക അതിൻ്റെ കമ്പ്യൂട്ടറായിരുന്നു അല്ലേ? പിന്നെ അന്ന് ആദ്യം ചന്ദ്രികയിൽ എഴുതുമായിരുന്നു, പ്രബോധനത്തിൽ എഴുതാറുണ്ടായിരുന്നു. മാധ്യമം വന്നതിന് ശേഷം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ സർവകലാ വല്ലഭനാണ്. പിന്നെ പൊതുരംഗത്തും വളരെ സജീവമാണ് റഹ്മാൻ മധുരക്കുഴി. അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു അധ്യാപകൻ്റെ ഇത്രയും കൊല്ലത്തെ പരിചയമുള്ള ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊരു വാർത്ത വന്നു. അച്ചടക്കത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നത് കുറ്റമല്ല എന്ന് പറഞ്ഞു. ഇതിന് മുമ്പ് അത് കുറ്റമായിരുന്നു. ഇത് തുടക്കകാലത്ത് അരീക്കോടാണെന്ന് തോന്നുന്നു. അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ കുറച്ച് കുട്ടികൾ എന്നിട്ട് ആ സ്കൂളിലെ കുട്ടികൾ എന്നിട്ട് പറഞ്ഞു, എന്നെ കുറേ അധ്യാപകർ ഞങ്ങളെ അധ്യാപകൻ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എസ്ഐനോട് പരാതി പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് സ്കൂളിൽ പോയിട്ട് എസ് ഐ ആദ്യം തലേദിവസം ക്ലാസ് എടുത്തു, ഇങ്ങനെ കുട്ടികളെ മർദ്ദിക്കാൻ പാടില്ലൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുട്ടികൾ പിറ്റേ ദിവസം പോയിട്ട് പറഞ്ഞ അധ്യാപകൻ ഞങ്ങളങ്ങനെ മർദ്ദിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഹൈക്കോടതിയുടെ വിധിയാണ്. സ്ഥാപനത്തിൻ്റെ അച്ചടക്കവും കുട്ടികളുടെ നന്മയും ലക്ഷ്യമിട്ട് അധ്യാപകർ വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നത് ക്രിമിനൽ കുറ്റമായി കരുതാൻ പാടില്ല എന്നാണ് പുതിയ ഹൈക്കോടതി വിധി. അപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് മാഷ് എങ്ങനെ നോക്കിക്കാണുന്നു? ഒരു കാര്യം കൂടെ ആമുഖമായിട്ട് പറയാണ്, മാഷ് പഠിപ്പിച്ച കാലത്ത് മാഷ കയ്യിൽ ഒരു ചൂരലുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അല്ലേ? നമ്മളെ അധ്യാപന കാലഘട്ടത്തിലൊക്കെ തന്നെ കുട്ടികളെ അടിശിക്ഷ കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് ഞാൻ മാത്രമല്ല, എല്ലാവരും പൊതുവെ. അതേസമയത്ത് ഇപ്പോൾ പൊതുവെയുള്ള പുതിയ പഠനം, പുതിയ കാലത്ത് അതിൻ്റെ അവരെ കുട്ടികളെ അടിക്കുകയോ പീഡിപ്പിക്കുകയോ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കാൻ പാടില്ല എന്നാണ് മനഃശാസ്ത്ര മതം പറയുന്നത്. പക്ഷേ കോടതി വിധി മറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്പം ശിക്ഷിക്കാമെന്നുള്ള അഭിപ്രായമാണ് കോടതിക്കുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ അധ്യാപകൻ ഒരിക്കലും ഒരു ശിക്ഷകനാകാൻ പാടില്ല, രക്ഷകനാകാൻ പാടുണ്ട് എന്നാണ്. ശിക്ഷകനാകാൻ പാടില്ല, രക്ഷകനാവണം. മാഷാക്കാലത്ത് അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും 23 വർഷം മുമ്പ് നന്നായിട്ട് അടിച്ചിരുന്നു. അപ്പൊ അന്ന് ഈ ചിന്താഗതി ആയിരുന്നില്ലേ? അല്ല, ഇപ്പൊ മാറിയിരിക്കാം അല്ലേ? നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കണമെന്ന് സ്കൂൾ ലീഡർമാരെ മെയിൻ പണി വടി ഒടിച്ചുകൊണ്ടിരാന്നുള്ള. അന്നെന്താണ് മെയിൻ പണി അല്ലെങ്കിലും അന്ന് ആ പണി ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊക്കെ ക്ലാസ് ലീഡറായ കാലത്ത് ഈ കൂരിയുടെ വടി, നല്ല പൊട്ടാത്ത വടിയൊക്കെ ആയിരുന്നു. പിന്നെ ഈ വടിയൊന്നും ഉപയോഗിക്കാൻ രക്ഷിതാക്കൾക്കും പാടില്ല. ഇപ്പോ ഞാൻ അധ്യാപകൻ സന്ദർഭത്തിലേ അത്യാവശ്യം അടിച്ചിരുന്നു, നന്നായി പഠിപ്പിച്ചിരുന്നു. അപ്പൊ കുട്ടികൾ ഇപ്പോഴും പറയാറുണ്ട്, മാഷ് അടിച്ചിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷൊക്കെ മാഷ് പഠിപ്പിച്ച പടി ഇപ്പോൾ നീ ഓർമ്മിക്കുന്നുണ്ട് എന്ന് വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം കുട്ടികളും പറയാറുണ്ട്. ഞാൻ എൻ്റെ ഭാഗ്യത്തിന് പിന്നെ മാഷ് പഠിപ്പിച്ച സ്കൂളിൽ പഠിക്കാത്തത് കൊണ്ട് മാഷ് അടി കിട്ടിയിട്ടില്ല. അപ്പോ മാഷ് പഠിപ്പിക്കുന്നതിനെ കുറിച്ച് എനിക്കൊരു തമാശയും കൂടി പറയാനുണ്ട്. ഒരു നൂർജി മാഷ് ഉണ്ടായിരുന്നു, മരിച്ചുപോയോ? ഇല്ല. അപ്പൊ അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു, അപ്പോൾ കുറേ ആളുകളുണ്ട് എടവണ്ണപ്പാറ അങ്ങാടിയിൽ, പോട്ടർമാർ തലയിൽ ചുമടൊക്കെ ആയിട്ട് വീണു, അപ്പുറത്ത് മീൻ കച്ചവടം. എൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ നിൽക്കുക മാർക്കറ്റിൽ. ഞാനന്ന് കുട്ടിയാണെങ്കിലും അധ്യാപകർ മാഷന്മാരൊക്കെ ഇട്ട് നല്ല കമ്പില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു മാഷിനോട്, നാസർ അത് കണ്ടോ, ആ മീൻ വിൽക്കുന്ന ആരാ? ഈ പോട്ടർമാരൊക്കെ ഞാൻ പഠിപ്പിച്ച കുട്ടികളാ. നിന്റെ റഹ്മാൻ മധുരക്കുഴി. കാരണം ഞാൻ മാഷ ഒരു ശിഷ്യനായിട്ട് ഇങ്ങനെ ഈ ഇത്തിരി സാഹിത്യത്തിൻ്റെ ഒക്കെ അസ്കിത ഉള്ളതുകൊണ്ട് മാഷ ഒരു ഗുരുവാണ്. ആ രീതിയിൽ ഞാൻ മാഷ ശിഷ്യനാണ്. അപ്പോൾ ഞാൻ എപ്പോഴും മാഷെ കുറിച്ച് ഇങ്ങനെ ഗുണം പറയും. നിന്റെ റഹ്മാൻ മധുരക്കുഴി പഠിപ്പിച്ച കുട്ടികൾ കണ്ടോ, PSC പരീക്ഷ എഴുതിയിട്ട് പണിയില്ലാതെ നടക്കുകയാണ്. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ കണ്ടോ, ഇവിടെ മാർക്കറ്റിൽ അവരുണ്ട്, കൂലിപ്പണിക്ക് അവർ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാഷന്ന് പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. നന്നായിട്ട് കുട്ടികൾ നന്നായി പഠിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. മാഷ് ഇപ്പോഴും ഇംഗ്ലീഷാണ് സംസാരിക്കുക. പിന്നെ ശുദ്ധ മലയാളമാണെങ്കിൽ അച്ചടി ഭാഷ ഞാനൊക്കെ തമാശാക്കലുണ്ട്. അപ്പോൾ മാഷെന്നെ പറയട്ടെ, ഞാൻ പറഞ്ഞാൽ എല്ലാം നീണ്ടുപോകും. എന്നെ സംബന്ധിച്ചോളം വ്യക്തമായ അഭിപ്രായം അതാണ്. പുതിയ പഠനങ്ങളും നിരീക്ഷണങ്ങളും എന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതാണ്. മനഃശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ കുട്ടികളെ ഒരിക്കലും പീഡിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്.
അവിടെ അഭിമാനത്തിന് ഹാനികരമായ വിധത്തിൽ അവിടെ പെരുമാറാൻ പാടില്ല. ആ നിലയിൽ അവർ മുന്നോട്ട് പോകേണ്ടത്. ഒരു സംഭവം പറയുകയാണെങ്കിൽ, ഞാൻ വായിച്ച ഒരു ഓർമ്മ ശരിയാണെങ്കിൽ, ഒരു കുട്ടിയോ സ്വന്തം മകനെ ഇളയ മകൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട്, ജസ്റ്റ് പുതുമൂത്ത മകനെ കുട്ടിയെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒരു അമ്മ പുറത്തേക്ക് പോയി. അമ്മ തിരിച്ചു വന്നപ്പോൾ കണ്ടത് ആ കുട്ടി ആ കുപ്പിയിലെ മഷി മുഴുവൻ അവിടെ നിലത്ത് വാരി വിതറിയതാണ്. ആ സന്ദർഭത്തിൽ കുട്ടി പേടിച്ചിരിക്കുക അമ്മ തിരിച്ചു വന്നപ്പോൾ. ആ സമയത്ത് അമ്മ കുട്ടിയെ തല്ലാനോ ശകാരിക്കാനോ പോയിട്ടില്ല. കുട്ടിയുടെ അമ്മ പറഞ്ഞത്, മോനെ നീ വരച്ച ചിത്രം വളരെ നന്നായിരിക്കുന്നു, ഇത് നീ കടലാസിലും വരച്ച് പഠിക്കണം കേട്ടോ എന്ന് പറയുകയുണ്ടായി. ഈ ഒരു അനുഭവം കുട്ടിക്ക് പിന്നീട് ഒരു പ്രശസ്ത ചിത്രകാരനാവാൻ സഹായിച്ചു എന്ന് പറയുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്. നമ്മൾ പീഡിപ്പിക്കുകയും അവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാൻ പാടില്ല. അതൊരു പഠനം പാൽപ്പായസമാക്കണം എന്നാണ് പറഞ്ഞത്. പാൽപ്പായസമായില്ലെങ്കിലും ഒരു ചൂരൽ കഷായ പാനമാവാതിരിക്കാനെങ്കിലും അധ്യാപകർ ശ്രദ്ധിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. പക്ഷെ എനിക്ക് തോന്നുന്നത് അന്ന് നമ്മളൊക്കെ പഠിച്ച കാലത്ത് അധ്യാപകർ നന്നായിട്ട് അടിക്കുമായിരുന്നു, വഴക്ക് പറയുമായിരുന്നു, പഠിക്കുകയായിരുന്നു. എന്നാൽ പോലും അന്നത്തെ ഇപ്പം നമുക്കൊക്കെ, ഞാനൊക്കെ എന്നെ പഠിപ്പിച്ച് 1-ാം ക്ലാസ് മുതൽ പഠിപ്പിച്ച അധ്യാപകർ ജീവിച്ചിരിപ്പുള്ള പലരും ഞാൻ അന്വേഷിച്ച് കണ്ടെത്തുകയും അവരൊക്കെ ആയിട്ട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്യും. പല അന്നാ കാലത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ്. അന്നത്തെ ഒരു സ്നേഹം ഇപ്പം അടിക്കാഞ്ഞിട്ടും അധ്യാപകരോട് കുട്ടികൾക്ക് ഉണ്ടോ എന്ന് എനിക്ക് സംശയം. അത് ശരിയാണ്. അതായത് ഇപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് അധ്യാപകനും കുട്ടികളും തമ്മിലുള്ള ബന്ധം പഴയ പോലെയുള്ള ബന്ധമല്ല. അതുപോലെ രക്ഷിതാക്കളും മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം അതും അങ്ങനെ തന്നെയല്ല. അത് വ്യത്യാസങ്ങളുണ്ട്. കാലഘട്ടത്തിൻ്റെ വ്യത്യാസമാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. ഏതായാലും അതല്ലേ അവസ്ഥ. അതാണ് ഈ പുതിയ വിദ്യാഭ്യാസ സാറൊക്കെ കഴിഞ്ഞാലും DPP ഒക്കെ വന്നത് അല്ലേ? ആണല്ലേ? എന്താണ് അത് കുട്ടിയുടെ പഠന നിലവാരത്തെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട്? അവരുടെ ചിലപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം മാത്രമല്ല, സ്കൂൾ പാഠ്യപദ്ധതിയിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പകർത്താനും ഒക്കെ DPP കൊണ്ട് കഴിയുന്നുണ്ട് എന്നാണ് ആ രംഗത്തുള്ളവർ പറയുന്നത്. സാറിൻ്റെ അഭിപ്രായം എന്താണ്? അത് ഒരു വർഷം ശരിയാണെങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ ആ പഴയ കാലത്തെ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ ഈ പുതിയ വിദ്യാഭ്യാസത്തിന് ലഭ്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ ഈ സാഹിത്യ രംഗത്തൊക്കെയുള്ള നമ്മളെ കുട്ടികൾക്ക് മലയാളം ശരിക്ക് എഴുതാനോ വായിക്കാനോ അറിയാത്ത അവസ്ഥ പൊതുവേ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതെന്തായിരുന്നാലും ശരി, പണ്ട് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് വളരെ മനോഹരമായ കവിതകൾ, ആശാന്റെയും മുൻപത്തെഴുത്താനും ഉള്ളൊരു കവിത, ഇപ്പോൾ എനിക്ക് ഒരുപാട് കവിതകൾ ഓർമ്മയുണ്ട്. താല്പര്യമുള്ള 4 വരി പാടിയാലേ നന്നു കേട്ടോ. വേണ്ടി നമ്മൾ ഭരിക്കും നമ്മുടെ രാജ്യത്ത്, നമ്മൾ സോദർ തമ്മിൽ തല്ലി മരിക്കുകയോ, ഇസ്ലാം ക്രൈസ്തവ ബൗദ്ധ ക്രൈസ്തവ ജൂത മതേതരും, ഇവിടെ ജനിച്ചവർ, ഇവിടെ വളർന്നവർ, ഇവിടെ കഴിയേണ്ടവർ. എന്താണ് ഓർമ്മയിൽ വരുന്നത്? ഇല്ല, അത് പ്രശ്നമാക്കണ്ട. എന്തായാലും ഒരു 80-85 വയസ്സൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പൊ അല്ലേ? എനിക്കോ അതൊന്നുമില്ല. 77 വലിയ കുറവൊന്നുമില്ല. അപ്പൊ ആ പ്രായത്തില് ഓർമ്മപ്പശമൊക്കെ ഉണ്ടാവും. എന്നാലും ഇത്രയും ഓർമ്മയും ഇത്രയും ഊർജ്ജസ്വലതയും നിലനിർത്തുന്നതിൽ അൽഹംദുലില്ലാഹ് ദൈവത്തിന് 1000 നന്ദി. ഇപ്പോഴും മാഷ് വളരെ സജീവമാണ്. പറയത്തക്ക അസുഖങ്ങളൊന്നുമില്ല. ഓടി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഓട്ട മത്സരമൊക്കെ വെച്ചാൽ കഴിയില്ല. നന്നായിട്ട് നടക്കും, നന്നായിട്ട് പ്രസംഗിക്കും, കവിത പാടും. അതിൽ കവിത എഴുതുന്ന കവിതാ സമാഹാരം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടത് സ്നേഹവിലാപങ്ങൾ കവിതയുടെ പേര്. ഇത് പ്രകാശനം ചെയ്ത് നമ്മുടെ പഴയ ഉമ്മൻചാണ്ടി സാറായിരുന്നു. അതെ, അതിലെ PK ഗോപി സാറിന്റെ ഒരു നല്ല മുഖവരി ഉണ്ടായാലും അത് 3 വിഭാഗം കവിതകളാണ്. ഒന്ന് ആധുനിക കവിതകൾ, മറ്റൊന്ന് പിന്നെ പ്രാചീന കവിതകൾ, അവസാനം കുട്ടിക്കവിതകൾ. അത് പയ്യന്നാൾ ഇവിടെ പോയപ്പോഴേ എവിടെ ഓമാനൂർ സ്കൂൾ ഉണ്ടാവും, എന്താ GBS, അവിടെ ഒരു കുട്ടി മാധ്യമം പിന്നെ വെളിച്ചമ്പത്തി ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സ്നേഹവിലാപം എന്ന പുസ്തകം അവിടെ ലൈബ്രറിക്ക് സമ്മാനിക്കുകയുണ്ടായി. അതിൽ പിന്നെ മറ്റൊരു കാര്യം, ഞാനിപ്പോൾ ഏറ്റവും അടുത്തൊരു പുസ്തകം പബ്ലിഷ് ചെയ്തത് IPH പ്രസിദ്ധീകരിച്ച പുസ്തകം നമ്മുടെ കുട്ടികൾ നമ്മുടെ കുടുംബം എന്നൊരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പബ്ലിഷ് ചെയ്തോ? അപ്പോ മാഷക്ക് ഈ പുതിയ തലമുറ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും എന്താണ് പറയാനുള്ളത് ഈ കോടതി വിധിന്റെയും കൂടി പശ്ചാത്തലത്തിൽ? അതായത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ അവരിപ്പോൾ ഭാവിയുടെ വാഗ്ദാനം പോയിട്ട് ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ പോലും മുന്നോട്ട് പോകാൻ അവസ്ഥയില്ലാത്ത അവസ്ഥ യഥാർത്ഥത്തിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ലഹരിയുടെ ഉപയോഗം. ലഹരിയിൽ നിങ്ങൾ പൂർണ്ണമായി മുക്തമാകുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ മാത്രമല്ല ജീവിച്ചിരിക്കാൻ നിന്ന കാലത്ത് പോലും ഉപകാരപ്രദമായ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക.
മറ്റൊന്ന് നമ്മുടെ സമൂഹത്തിൽ ഇപ്പം ഈ വിദ്വേഷത്തിൻ്റെ അഗ്നികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിൽ, സമുദായങ്ങൾ തമ്മിൽ വിദ്വേഷം, അത് മാനവികത ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും മനുഷ്യരാണ്, മനുഷ്യത്വം എന്ന നിലയിലേക്ക് ഈ വിദ്വേഷത്തിൻ്റെ ഭാഗം ഒഴിവാക്കി സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ആ നിലക്ക് മുന്നോട്ട് പോവുകയും ചെയ്യണമെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഭാവി ശോഭനമാവൂ എന്നാണ് അത് സംബന്ധം എനിക്ക് പറയാനുള്ളത്.